കൊച്ചിയിൽ ഒരു ദിവസം വെറുതെ ഒന്ന് പട്ടിണി കിടക്കണമെങ്കിലും 1000 രൂപ കയ്യിൽ വേണമെന്നാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു ബനാന ടോക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വെറും പച്ചക്കള്ളമാണെന്ന് ഞാൻ പറയും. വെറുതെ പറയല്ല കേട്ടോ, തെളിവ് ഉൾപ്പെടെ തരും. എന്റെ കയ്യിൽ 100 ഒരു നോട്ടാണുള്ളത്. ഈ നോട്ട് കൊണ്ട് ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിച്ച് അത്യാവശ്യം ലാവിഷായിട്ട് എങ്ങനെ ജീവിക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്കും അത്യാവശ്യം ചെറിയ സാലറി ഉള്ളൂ എന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്കും വേണ്ടി ചെയ്യുന്നതാണ്. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക, അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു ഉപകാരമാവട്ടെ. നമ്മൾ ആദ്യം പോകുന്ന ഒരു ചായക്കടയിലാണ്. അപ്പം രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട്. നമുക്കൊരു ചായ കുടിക്കട്ടെ. ആദ്യം ഒരു ചായ കുടിച്ചു തുടങ്ങാം. കമോൺ. അപ്പോ നമ്മൾ ആ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു. അപ്പൊ 100 നോട്ടാ ഞാൻ കൊടുത്തത്. പുള്ളിക്കാരൻ ബാക്കി 88 രൂപ ബാലൻസ് തന്നു. അതായത് 12 രൂപയാണ് ഒരു ചായയുടെ വില. അപ്പൊ ഇവിടെ എന്തായാലും 12 രൂപ ആയിട്ടുണ്ട്. ബാക്കി 88 രൂപ എന്റെ കയ്യിലുണ്ട്. ഈ 88 രൂപ കൊണ്ട് എങ്ങനെ നമുക്കൊരു ദിവസം കൊച്ചിയിൽ അത്യാവശ്യം ലാവിഷായി ആഹാരം കഴിച്ച് ജീവിക്കാമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ രാവിലത്തെ ജോഗിങ് കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കലൂർ തന്നെയുള്ള ഒരു കടയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. കമോൺ. അപ്പോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത് മെട്രോയുടെ പില്ലർ നമ്പർ 561 നമ്മുടെ ഓപ്പോസിറ്റുള്ള ഈ ചേട്ടന്റെ കടയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകത നമുക്കൊന്ന് കണ്ടറിയാം എന്തൊക്കെയാണ്. ചേട്ടാ ഒരു 4 ദോശയും ഒരു സിംഗിൾ 1 സൈഡ് ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ഒരു ആഡംബരമാണ്, ഇതിൽ കുഴപ്പമില്ല. ഓംപ്ലേറ്റ് കൂടി നമുക്ക് കഴിക്കാം. അപ്പൊ ഇതാണ് നല്ല ചേട്ടന്റെ കടയിലെ ചൂട് ദോശയും നല്ല അടിപൊളി ഓംപ്ലേറ്റും, കൂടാതെ 2 ഐറ്റം ചമ്മന്തി, ഒന്ന് വൈറ്റും ഒന്ന് റെഡും. ഇനി സാമ്പാറും കൂടി ഉണ്ട്. മാഷേ ആ സാമ്പാർ തപ്പേ പൊളിയാണ് കേട്ടോ. അപ്പൊ എത്ര ചേട്ടാ? 4 ദോശയും ഒരു സിംഗിൾ ഓംപ്ലേറ്റും. എത്ര? 35 രൂപ. അതായത് 4 ദോശയ്ക്കും സിംഗിൾ ഓംപ്ലേറ്റും ഇവിടുത്തെ വില എന്ന് പറയുന്നത് 35 രൂപയുള്ളൂ. അതായത് ഒരു ദോശയ്ക്ക് 5 രൂപയും ഓംപ്ലേറ്റ് താറാവ് മുട്ട ഓംപ്ലേറ്റ് 15 രൂപയും. ഇത് ഇവിടെ ഒരു 35 രൂപ കൊടുക്കുകയാണ്. ബാക്കി നമ്മുടെ കയ്യില് 53 രൂപയാണ് ഇനി ഉള്ളത്. 12 രൂപ ചായക്ക് രാവിലെയായി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച 35 രൂപ. അങ്ങനെ 47 രൂപയാണ് ടോട്ടൽ ആയിരിക്കുന്നത്. ബാക്കി 53 രൂപ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ സമയം രാവിലെ 9:30 അപ്പോ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇനി ജോലിക്ക് പോവാണ്. നമുക്കിനി ഉച്ചയ്ക്കാണ്. അപ്പോ ഉച്ചയായിരിക്കുകയാണ്, ചോറ് കഴിക്കണ്ടേ? അപ്പൊ ചോറ് കഴിക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന വഴി കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കാണ് ജനകീയ ഹോട്ടൽ. അതായത് ഊണിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. ആ ഹോട്ടലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം 20 രൂപയ്ക്ക് എന്തൊക്കെയാണ് ഇവിടുന്ന് ഊണിന്റെ കൂടെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. കമോ. അങ്ങനെ ലാവിഷായിട്ട്, അതായത് 4 ഐറ്റം കറി, അച്ചാറ് ഉൾപ്പെടെ, തൊട്ടുകറികൾ ഉൾപ്പെടെ ലാവിഷായിട്ട് 20 രൂപയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. ബില്ല് പേ ചെയ്തിട്ട് വരാം. ഓക്കെ ചേട്ടാ, അപ്പം എത്രയാണ് ഒരു ഊണ്? എത്ര? 20 രൂപ വേണ്ടേ? അതെ, 53 രൂപ ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ നിന്നും ഞാൻ 20 രൂപയ്ക്ക് ഊണ് വാങ്ങിച്ചിട്ട് ബാക്കി ഇനി എൻ്റെ കയ്യിൽ 33 രൂപയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 100 രൂപ ചലഞ്ചിൻ്റെ ദിവസമായ ഇന്ന് ഏകദേശം മണി 5 മണിയായിരിക്കുകയാണ്. അപ്പോൾ 5 മണിക്ക് ഒരു ചായ കുടിക്കണം. നമുക്ക് സാധാരണ 4 മണിക്കാണ് നമ്മൾ ടീം പോയി ചായ കുടിക്കുന്നത്. പക്ഷേ
ഇന്നൊരു ഷൂട്ട് ഉള്ളതുകൊണ്ട് മുത്തേ പൊന്നെ പിണങ്ങൽ എന്ന് പാട്ട് പാടി ഹിറ്റായ നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചേട്ടനുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് സമയം 5 മണിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാം കേട്ടോ. ഒരു ചായ. കുറച്ച് നാൾ മുമ്പ് വരെ ചായക്ക് എല്ലായിടത്തും 10 രൂപയായിരുന്നു. ഇപ്പം എല്ലായിടത്തും 12 രൂപയാണ് ചായയുടെ വില എന്ന് പറയുന്നത്. 10 രൂപ കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ 12 രൂപ ചായക്ക് കൊടുത്തു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ബാക്കി 33 രൂപയായിരുന്നു. 33-ന് 12 രൂപ ഒരു ചായക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിലുള്ളത് വെറും 21 രൂപയാണ്. ഇതുകൊണ്ട് രാത്രി വരെ നിൽക്കണം. ഓക്കെ, ഡിന്നർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി രാത്രി കാണാം. ബൈ. ഇപ്പോൾ സമയം രാത്രി 9 മണി. കൊച്ചിയിൽ എങ്ങനെ ഒരു ദിവസം 100 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന ചലഞ്ചിന്റെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളി അമൃത ആശുപത്രിക്ക് പിന്നിലെ ഒരു ചായക്കടയിലാണ്. നമുക്കിനി ഡിന്നർ കഴിക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ചേട്ടാ, 2 പൊറോട്ട, കുറച്ച് ഗ്രേവി. 2 പൊറോട്ടയും കുറച്ച് ഗ്രേവി. ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറെന്ന് പറയും. അങ്ങനെ 2 പൊറോട്ടയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. രണ്ട് പൊറോട്ട 20 രൂപ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന 21 രൂപ, അതിൽ 20 രൂപ 2 പൊറോട്ട കാശ് കൊടുക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ വേറൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതായത് കൊച്ചിയിൽ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊച്ചിയിൽ പട്ടിണി കിടക്കണമെങ്കിൽ 1000 രൂപ വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് എടുത്തു. 100 രൂപ കൊണ്ട് കൊച്ചിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ചലഞ്ച്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഇവിടെ ആണ്. സമ്പൂർണ്ണമായി സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയുകയാണ്, നമ്മളുടെ കൊച്ചിയിലെ 100 രൂപ ചലഞ്ച് ഇതാ കംപ്ലീറ്റ് ആയിരിക്കുന്നു. വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഇതാ 1 രൂപ ബാലൻസ് ഉണ്ട്. അതായത് കൊച്ചിയിൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ വെറും 99 രൂപ മാത്രം മതി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് രാവിലെ 12 രൂപയുടെ ഒരു ചായ, 9-9:30 ആയപ്പോഴത്തേക്ക് 35 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതും ലാവിഷായുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നല്ലോ. അതിനുശേഷം 20 രൂപയുടെ ഊണ്, പിന്നീട് ഒരു ചായ, ഇപ്പോൾ 2 പൊറോട്ട. ഫുൾ ഫിനിഷ്. വയറ് അത്യാവശ്യം നല്ലപോലെ നിറഞ്ഞ് ഇങ്ങനെ മനസ്സും വയറും നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കി ഇതാ 1 രൂപ കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് കൊച്ചിയിൽ ജോലിക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കൊച്ചിയിൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ബൈ. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.